വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാസ്റ്റവേ എന്ന പാഠത്തിലെ 2 ക്യാരക്ടർ സ്കെച്ചുകളാണ്, കിരൺ ആൻഡ് നീൽകണ്ഠ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കാസ്റ്റവേയിലെ ആദ്യത്തെ ക്യാരക്ടറായി നീൽകണ്ഠയാണ് നമ്മൾ നോക്കുന്നത്. നീൽകണ്ഠ ഈസ് ദ പ്രൊട്ടാഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ദ കാസ്റ്റവേ ബൈ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കാസ്റ്റവേ എന്ന് പറയുന്ന ചെറുകഥയിലെ പ്രൊട്ടാഗണിസ്റ്റ്, നായക കഥാപാത്രമാണ് നീൽകണ്ഠ എന്ന് പറയുന്നത്. ഹി ബിലോങ്ഡ് ടു എ തിയേറ്ററിക്കൽ ഗ്രൂപ്പ്. ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാടക കൂട്ടത്തിലെ, നാടക സംഘത്തിലെ അംഗമായിരുന്നു അവൻ. വൺ സ്റ്റോമി ഈവനിങ് ഹി റീച്ച്ഡ് ദ റിവർസൈഡ് ഹൗസ് ആസ് എ കാസ്റ്റവേ ആഫ്റ്റർ ഹിസ് ബോട്ട് പെരിഷ്ഡ് ഇൻ ദ റിവർ. വളരെ കൊടുങ്കാറ്റുള്ള ഒരു വൈകുന്നേരത്തിൽ നദീതീരത്തുള്ള ഒരു വീട്ടില് തൻ്റെ ബോട്ട് തകർന്നതിന് ശേഷം, നദിയില് ആ കൊടുങ്കാറ്റിൽപ്പെട്ട് ബോട്ട് തകർന്നതിന് ശേഷം രക്ഷപ്പെട്ടെത്തിയ വ്യക്തിയായിരുന്നു നീൽകണ്ഠ. ഇറ്റ് വാസ് ഹാർഡ് ടു ടെൽ ഹിസ് ഏജ് ഫ്രം ഹിസ് ഇന്നസെന്റ് ആൻഡ് ഹെയർലെസ് ഫേസ്. അപ്പൊ അവന്റെ നിഷ്കളങ്കമായ മുഖം, അതുപോലെ ഹെയർലെസ് ഫേസ്, ആ രോമങ്ങളില്ലാത്ത ആ മുഖവും കണ്ടു കഴിഞ്ഞാൽ അവൻ എത്ര വയസ്സായി എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഹിസ് വേ ഓഫ് talking and habit of smoking suggested that he was beyond 17. പക്ഷേ അവൻ്റെ ആ ടോക്കിംഗ്, സംസാര ശൈലിയും, ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുന്ന, പുകവലിക്കുന്ന സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ 17 വയസ്സിനപ്പുറത്ത് അവന് വയസ്സുണ്ട്, അതായത് ഒരു 10-18 വയസ്സായിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. Soon he became the favorite of Kiran as he could give her good company and entertain her with his theatrical performance. സൂൺ, പെട്ടെന്ന് തന്നെ അവൻ കിരൺ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഫേവറേറ്റ്, പ്രിയപ്പെട്ടവനായി മാറി. അവളെ ആസ്വദിപ്പിക്കാൻ, എന്റർടൈൻ ചെയ്യാൻ, തന്റെ നാടകത്തിലെ അഭിനയ പാടവം കൊണ്ട് അവളെ എന്റർടൈൻ ചെയ്യിക്കാനൊക്കെ അവന് സാധിച്ചു. He made a bad friendship with naughty village boys and made a mongrel dog his pet. എന്നാൽ അവൻ അതേസമയം മോശം കൂട്ടുകെട്ടും ഉണ്ടാക്കിയിരുന്നു. ഗ്രാമത്തിലെ നോട്ടി ബോയ്സുമായിട്ട്, വികൃതി കുട്ടികളുമായിട്ട് അവൻ എന്ത് ചെയ്തു, അടുപ്പം ഉണ്ടാക്കി. അതുപോലെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന പട്ടിയെ തൻ്റെ പെറ്റ് ഡോഗ് ആക്കി മാറ്റുകയൊക്കെ ചെയ്തു. ടുഗെദർ ദേ മെയ്ഡ് ഓൾ ദ മിസ്ചീഫ്. അങ്ങനെ ഈ കുട്ടികളും ഒത്ത്, ഈ പട്ടികളൊക്കെ ഒത്ത് അവൻ എന്ത് ചെയ്തു, ഒരുപാട് കുസൃതികൾ നാട്ടിലൊപ്പിച്ചു എന്നാണ്. ദിസ് ഇറിറ്റേറ്റഡ് ശരത് ആൻഡ് ഹിസ് മദർ. ഇത് കിരണിന്റെ ഹസ്ബൻഡായിട്ടുള്ള ശരത്തിനെയും അതുപോലെ മദറിനെയൊക്കെ വളരെയധികം അസ്വസ്ഥയാക്കി. ശരത് ഓഫൻ പണിഷ്ഡ് ഹിം ബട്ട് ഹി ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ് സീരിയസ്. ശരത് പലപ്പോഴും അവന്റെ ആ കുസൃതികളെ അല്ലെങ്കിൽ തെറ്റുകളെ അവനെ ശിക്ഷിക്കാറുണ്ട്, എന്നാൽ അതൊന്നും അവർ വലിയ കാര്യമാക്കി എടുത്തില്ല എന്നാണ് പറയുന്നത്. ഹി വാസ് ഹാപ്പി ബിക്കോസ് ഹി ഗോട്ട് ഇനഫ് ടു ഈറ്റ് ആൻഡ് എൻജോയ് മച്ച് കെയർ ആൻഡ് ലവ് ഫ്രം കിരൺ. അവൻ വളരെ സന്തുഷ്ടവാനായിരുന്നു ആ വീട്ടിൽ. കിരണിൽ നിന്ന് വലിയ അറ്റൻഷൻ അവന് കിട്ടുന്നുണ്ട്, കെയർ കിട്ടുന്നുണ്ട്, ലവ് കിട്ടുന്നുണ്ട്. അതിനു പുറമെ ധാരാളം ഭക്ഷണവും അവനവിടെ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. This made Neelkantha. When Satish, Kiran's brother-in-law, came to live with them, Kiran's attention diverted from Neelkantha to Satish. This made Neelkantha angry. എന്നാൽ കിരണിന്റെ ബ്രദർ-ഇൻ-ലോ ആയിട്ടുള്ള സതീഷ് അവരുടെ വീട്ടിലേക്ക് വെക്കേഷന് താമസിക്കാനായി എത്തിയതോടുകൂടി കിരണിന്റെ ശ്രദ്ധ പൂർണ്ണമായും നീൽകണ്ഠയിൽ നിന്ന് സതീഷിലേക്ക് മാറി. ഇത് നീൽകണ്ഠനെ വളരെയധികം ദേഷ്യപ്പെടുത്തി. His behavior became wild toward all his friends and even his pet dog. തൻ്റെ ആ മോശമായ സ്വഭാവം, തീവ്രമായ സ്വഭാവം, അത് അവൻ തൻ്റെ സുഹൃത്തുക്കളോടും തൻ്റെ പെറ്റ് ഡോഗിനോടൊക്കെ കാണിക്കാൻ തുടങ്ങി. നേരത്തെ കുസൃതിയായിരുന്നു എങ്കിൽ ഇപ്പോൾ ദേഷ്യപ്പെട്ട് ആ സങ്കടം മുഴുവൻ മറ്റുള്ളവരോട് കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. He took a secret revenge upon Satish. സതീഷിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ചിന്തയിൽ വളരെ രഹസ്യമായി സതീഷിനോട് റിവെഞ്ച്, പ്രതികാരം ചെയ്യാൻ അവൻ തീരുമാനിച്ചു എന്നാണ്. He took Satish's favorite ink stand intended to throw it in the river. വളരെ കരുതിക്കുട്ടി തന്നെ സതീഷിന്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഇങ്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അല്ലെ, പേന സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, പേനയുടെ മഷിക്കുപ്പി വയ്ക്കുന്നത്. അവനത് വളരെ എന്ത് ചെയ്തു, സതീഷ് അറിയാതെ മോഷ്ടിച്ചു. അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഹി ഇന്റൻഡഡ് ടു ത്രോ ഇറ്റ് ടു ദ റിവർ എന്ന, നദിയിൽ അത് എറിയാനായിരുന്നു അവൻ എന്ത് ചെയ്തിരുന്നത്,
ഉദ്ദേശിച്ചിരുന്നത്. വെൻ ദ ഫാമിലി ഡിസൈഡഡ് ടു ഗോ ബാക്ക് ടു ദെയർ നേറ്റീവ് വില്ലേജ് ഹി വിഷ് ടു ജോയിൻ ദം ബട്ട് ഇൻ വെയിൻ. എന്നാൽ ആ കുടുംബം കിരണിന്റെ നേറ്റീവിലേക്ക്, സ്വദേശത്തിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചപ്പോൾ അവനും അവരുടെ കൂടെ പോവാൻ ആഗ്രഹിച്ചു. പക്ഷെ അവന്റെ ആ ശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി, വെയിനായിപ്പോയി, ഫ്യൂട്ടൈലായി എന്ന്. ഓൾ എക്സെപ്റ്റ് കിരൺ ഒപ്പോസ് ടു ടേക്ക് ഹിം വിത്ത് ദം. ദിസ് പെയിൻഡ് ഹിം ടു മച്ച്. When Kiran found out the missing inkstand from his box, he could not face her as he was unable to prove that he was not a thief. അപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആകെ കിരൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കിരൺ വരെ അവനോട് പറഞ്ഞു, എന്താണ്, അവനോട് അവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു, അല്ലേ? ഇതൊക്കെ അവനെ വളരെയധികം എന്ത് ചെയ്തു, വേദനിപ്പിച്ചു. ആൻഡ് കിരൺ ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഇങ്ക്സ്റ്റാൻഡ് ഫ്രം ഹിസ് ഹൗസ്. ബോക്സ് എന്നുള്ളതാണ് സതീഷിന്റെ ആ ഇങ്ക്സ്റ്റാൻഡ്, മിസ്സായിട്ടുള്ള ആ ഇങ്ക്സ്റ്റാൻഡ് അവസാനം കിരൺ തന്നെ എവിടെ നിന്ന് കണ്ടെത്തി? നീൽകണ്ഠയുടെ ബോക്സിൽ നിന്ന് കണ്ടെത്തി. അതോടുകൂടി ഹി കുഡ് നോട്ട് ഫേസ് ഹർ. കിരണിനെ ഫേസ് ചെയ്യാനുള്ള കറേജ് അവന് ഇല്ലാതായി മാറി. താനൊരു തീഫല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. സൂൺ ഹി ലെഫ്റ്റ് ദ പ്ലേസ് വിത്തൗട്ട് എനിബഡി നോട്ടീസ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആരും കാണാതെ അവൻ എന്ത് ചെയ്തു, ആ സ്ഥലം വിട്ട് ഓടിപ്പോയി എന്നാണ്. നോബഡി ന്യൂ ഇൻക്ലൂഡിങ് ദ പോലീസ് വെർ ഹി ഡിസപ്പിയർഡ്. ആർക്കും അറിയില്ല അവൻ എവിടെ പോയി. പോലീസ് അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഇതായിരുന്നു നമ്മുടെ നീൽകണ്ഠയുടെ ക്യാരക്ടർ സ്കെച്ച്. സെക്കൻഡ് ക്യാരക്ടർ സ്കെച്ചായി നമുക്ക് നോക്കുന്നത് കിരൺ എന്ന ക്യാരക്ടറിനെയാണ്. കിരൺ ഈസ് എ മേജർ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ കാസ്റ്റവേ, ഹാവിങ് ഈക്വൽ ഇമ്പോർട്ടൻസ് വിത്ത് ദ പ്രൊട്ടാഗോണിസ്റ്റ് നീൽകണ്ഠ. നീൽകണ്ഠ എന്നുള്ള ഈ കേന്ദ്ര കഥാപാത്രത്തിന്റെ അതേ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രമാണ് ദ കാസ്റ്റവേയിലെ കിരൺ എന്നറിയപ്പെടുന്നത്. ഷീ ഈസ് എ ഫേവറേറ്റ് ഓഫ് ഓൾ ഹർ നേറ്റീവ് വില്ലേജ്. അവളുടെ സ്വന്തം ഗ്രാമത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു കിരൺ എന്ന് പറയുന്നത്. വൺസ് ഷീ ഫെൽ സീരിയസ്ലി ഇൽ ആൻഡ് ഹർ ഹസ്ബൻഡ് ശരത് ആൻഡ് മദർ ഇൻ ലോ ടു ഹർ ടു എ റിവർ സൈഡ് ഹൗസ് ഇൻ ചന്ദേർ നഗർ വില്ലേജ് ഫോർ എ ചേഞ്ച്. എന്നാൽ ഒരിക്കൽ കിരൺ സീരിയസ്ലിയിൽ വളരെ ഗുരുതരമായ അസുഖം ബാധിച്ചപ്പോൾ അവളുടെ ഹസ്ബൻഡ് ശരത്തും മദർ ഇൻ ലോയും കൂടി ഒരു റിവർ സൈഡ് ഹൗസിലേക്ക് അവളെ കൊണ്ടുവരികയായിരുന്നു. ചന്ദേർ നഗർ എന്ന് പറയുന്ന വില്ലേജിലായിരുന്നു. അവൾക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് അവർ മാറിയത്. ഷീ ബിലീവ്സ് നൗ ദാറ്റ് ഷീ ഹാസ് ബിക്കം ഫുള്ളി റിക്കവേർഡ്. ഇപ്പോൾ കിരണിന്റെ വിശ്വാസം താൻ പൂർണ്ണമായി രോഗത്തിൽ നിന്ന് മുക്തി നേടി, അതുകൊണ്ട് തന്നെ തിരിച്ചു നാട്ടിലേക്ക് പോവാം എന്നാണ് അവള് കരുതുന്നത്. ഷീ ഈസ് വെരി ആക്റ്റീവ് ആൻഡ് ഓൾവേസ് വാണ്ട് ടു ബി ഇൻ കമ്പനി ഓഫ് ദ വില്ലേജസ്. വളരെ ഊർജ്ജസ്വലത ഉള്ള ആക്റ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തണം, തൻ്റെ ഗ്രാമവാസികളുമായി ഇടപഴകണം എന്ന് അവൾ ആഗ്രഹിച്ചു. ഷീ കനോട്ട് ബിയർ ദ ലോൺലി ലൈഫ് ഇൻ ദ റിവർ സൈഡ് ഹൗസ്. ഷീ വാണ്ട്സ് ടു ഗെറ്റ് അവേ ഫ്രം ദ ആസ് ഏർലി ആസ് പോസിബിൾ. ഈ നദീതീരത്തെ ഈ ജീവിതം, ഇവിടെ പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഏകാന്തതയുള്ള ലോൺലി ആയിട്ടുള്ള ലൈഫാണ് താൻ നയിക്കുന്നത്. ഇവിടെ നിന്ന് ഈ നദീതീരത്ത് നിന്ന്, ഈ ലോൺലെസ്സിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അവൾക്ക് ഇപ്പോൾ തോന്നുന്നത്. Though she is a grown-up woman, a wife of Sharath, she still loves a lot of fun like a child. വളരെ മുതിർന്ന ഒരു സ്ത്രീയാണ്, ശരത്തിന്റെ വൈഫാണ് എങ്കിൽ ഇപ്പോഴും കുട്ടികളെ പോലെ തമാശ പറയാനും കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. When Neelkantha comes to the riverside house unexpectedly, she becomes much delighted and forget about going back to her home in the village. എന്നാൽ നദീതീരത്തുള്ള ഈ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം നീൽകണ്ഠ എന്ന് പറയുന്ന കുട്ടി അവരുടെ ജീവിതത്തിലേക്ക് കയറി വന്നതോടെ കിരണ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഇല്ലാതായി. തൻ്റെ വില്ലേജിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഇല്ലാതായി. സൂൺ കിരൺ ആൻഡ് നീൽകണ്ഠ ബിക്കം ഗുഡ് ഫ്രണ്ട്സ്. അങ്ങനെ വളരെ പെട്ടെന്ന് കിരണും നീൽകണ്ഠയും വളരെ നല്ല സുഹൃത്തുക്കളായി മാറി. ഷീ ലൈക്ക് ഹിസ് പ്രസൻസ് ആൻഡ് എൻജോയ് ഹിസ് വേരിയസ് തിയേറ്ററിക്കൽ പെർഫോമൻസ്. അവൻ്റെ സാന്നിധ്യം, അതുപോലെ അവൻ കാണിക്കുന്ന നാടകത്തിലെ അഭിനയങ്ങളൊക്കെ അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ്. ഷീ ഓൾവേസ് സപ്പോർട്ട് ഹിം ആൻഡ് ഇഗ്നോർ ഓൾ ദ മിസ്ചീഫ് ഹി ആൻഡ് ഹിസ് നോട്ടി ഫ്രണ്ട്സ് മേക്ക് വിത്തൗട്ട് പേയിങ് എനി അറ്റൻഷൻ ടു ദ കംപ്ലയിൻസ് ഓഫ് ഹർ ഹസ്ബൻഡ് ആൻഡ് മദർ ഇൻ ലോ. അപ്പോൾ അവൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരുടെ ചെയ്യുന്ന കുസൃതികളും തെറ്റുകളെയൊക്കെ അവൾ പരമാവധി ഇഗ്നോർ ചെയ്തു. അവനെ നന്നായിട്ട് കെയർ ചെയ്തു.
തൻ്റെ ഹസ്ബൻഡും അതുപോലെ മദർ ഇൻ ലോ പറയുന്ന അവനെക്കുറിച്ച്, അതായത് നീൽകണ്ഠനെ കുറിച്ച് പറയുന്ന കംപ്ലൈൻസ് ഒക്കെ അവൾ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു, അവനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. Like a play, then, but when the Sadish, her brother-in-law, comes to stay with them, she ignored നീൽകണ്ഠ. പക്ഷേ പിന്നീട് സതീഷ് എന്ന് പറയുന്ന വ്യക്തി, അവളുടെ ബ്രദർ ഇൻ ലോ ആയിട്ടുള്ള സതീഷ് അവരുടെ വീട്ടിലേക്ക് വന്നതോടുകൂടി അവള് നീൽകണ്ഠനെ അധികം കെയർ ചെയ്യാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വന്നു. പിന്നീട് സമയം ചെലവഴിക്കുന്നത് സതീഷിന്റെ കൂടെയായി എന്നുള്ളതാണ്. ലൈക്ക് എ പ്ലേഫുൾ ചൈൽഡ് ഷീ എൻഗേജസ് ഇൻ ഓൾ മെറി മേക്കിംഗ് ആക്ടിവിറ്റി സതീഷ്. അപ്പോൾ സതീഷ് ഒന്നോടുകൂടി സതീഷുമായിട്ടാണ് കുട്ടികളെ പോലെയുള്ള കളികളും തമാശകളും കണ്ടിന്യൂ ചെയ്യുന്നത്. At the time of leaving the riverside house, she wanted to take Neelkantha with them and argue for him. എന്നാൽ ഈ നദീതീരത്തെ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോൾ കിരൺ നീൽകണ്ഠനെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. But she has to yield before to opposition of all other members of the family. എന്നാൽ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളുടെയൊക്കെ ഒപ്പോസിഷൻ, എതിർപ്പിന്റെ മുമ്പിൽ അവൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഈൽഡ് ആവേണ്ടി വന്നു. ഈൽഡ് എന്ന് പറഞ്ഞാൽ സറണ്ടർ, കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഷീ ട്രൈ ടു പ്രൊട്ടക്ട് നീൽകണ്ഠ ഫ്രം ബീങ് ടേംഡ് ആസ് തീഫ് വെൻ സതീഷ് ഇങ്ക് സ്റ്റാൻഡ് ഈസ് മിസ്സിങ്. സതീഷിന്റെ ഇങ്ക് സ്റ്റാൻഡ് കാണാതെ പോയപ്പോൾ എല്ലാവരും അത് എടുത്തത് നീൽകണ്ഠനാണ്, അവനാണ് തീഫ്, അവനാണ് കള്ളൻ എന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെ, അവനെ ദുഷ്പേരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് ആരായിരുന്നു? കിരണായിരുന്നു നീൽകണ്ഠനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഷീ ഫീൽസ് എനോർമസ് പിറ്റി ഓൺ ദ ഹോംലെസ് ബോയ് ആൻഡ് പുട്ട് ഇൻ ഹിസ് ബോക്സ് 2 new suits of clothes, a pair of shoes, a bank note as surprise gift. അങ്ങനെ വീടില്ലാത്ത അനാഥനായ കുട്ടിയോട് കിരണിന് വളരെയധികം എന്തുണ്ടായിരുന്നു? നീൽകണ്ഠനോട് സഹതാപമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പോകുന്ന സമയത്ത് നീൽകണ്ഠന് വേണ്ടി 2 ജോഡി ക്ലോത്ത്സ് വാങ്ങി, ഒരു പെയർ ഷൂസ് വാങ്ങി, അതുപോലെ ഒരു ചെക്ക് ലീഫ്, ഒരു ബാങ്ക് നോട്ടൊക്കെ എഴുതി അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഈ ഗിഫ്റ്റുകളൊക്കെ അവന്റെ ബോക്സിൽ വെക്കാൻ തീരുമാനിച്ചു. Kiran is a kind-hearted and trustful woman, but at the time appeared to be rather childish than matured and responsible wife. അപ്പൊ കിരൺ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എങ്ങനെയുള്ളതാണ്? കൈൻഡ് ഹേർട്ടഡ് ആണ്, വളരെ ദയുള്ള, സഹാനുഭൂതിയുള്ള ഹൃദയമുള്ള സ്ത്രീയാണ്, ട്രസ്റ്റ്ഫുൾ ആണ്, അല്ലെ, തന്നെ സ്നേഹിക്കുന്നവരെ അഗാധമായി വിശ്വസിക്കുന്നവളാണ്. അതേസമയം അവൾ എന്താണ്? ചൈൽഡിഷ് ആണ്, ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു സ്ത്രീയാണ്. എങ്ങനെ ആവണമായിരുന്നു? ഒരു റെസ്പോൺസിബിൾ വൈഫും അതുപോലെ ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ആയിട്ട് കാണേണ്ട സമയത്ത് അവൾ വളരെയധികം എന്തായിരുന്നു? ചൈൽഡിഷായും അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെയാണ്, ക്യാരക്ടർ സ്കെച്ചാണ് കാസ്റ്റവേ എന്നുള്ള സ്റ്റോറിയുമായി ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും പുതിയ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കണ്ടിന്യൂ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. ബൈ ബൈ.